തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിക്കെതിരെ ട്രെയിനിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ പ്രതിയെ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ ഉടൻ ആക്രമണം നടന്ന കേരള എക്സ്പ്രസിൽ വെച്ചും അയന്തി പാലത്തിന് സമീപത്ത് വെച്ചും തെളിവ് എടുപ്പ് നടത്തും. കേസിൽ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടിയെ കേരള എക്സ്പ്രസിൽ നിന്നും റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി സുരേഷ് കുമാറിനെ ഇന്നു മുതൽ 4 ദിവസത്തേക്കാണ് വഞ്ചിയൂർ കോടതി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. കേസ് അന്വേഷിക്കുന്ന തമ്പാനൂർ റെയിൽവേ പോലീസ് ആക്രമണം നടന്ന അയന്തിമേൽ പാലം, കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ട്രെയിനിൽ കയറുന്നതിന് മുൻപ് പ്രതി മദ്യപിച്ച കോട്ടയത്തെ ബാറുകളിലും പ്രതിയെ എത്തിക്കും. കേസ് അന്വേഷിക്കുന്ന തമ്പാനൂർ റെയിൽവേ പോലീസ് കേരള എക്സ്പ്രസിനുള്ളിലും പ്രതിയെത്തിയ ബാറുകളിലുമെത്തി ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചിരുന്നു. തെളിവെടുപ്പിന് ശേഷം വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് സുരേഷ് കുമാർ ഇപ്പോഴും പൂർണ്ണമായും സഹകരിക്കുന്നില്ലെന്നാണ് വിവരം. തിങ്കളാഴ്ച കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിനുള്ളിൽ വെച്ച് നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ പെൺകുട്ടിയുടെ സുഹൃത്ത് അർച്ചന പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നു. അർച്ചനയുടെ മൊഴിയായിരുന്നു പ്രതിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായതും. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.